ഞാനടക്കമുള്ള ആൾക്കാർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? അവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇപ്പം ശ്വേത നിൽക്കണമെങ്കിലും പറയാം, നിൽക്കണ്ടെങ്കിലും പറയാം, അല്ലേ? അത് രണ്ടും പറയാതെ കുറേ ആൾക്കാരും മിണ്ടാതിരിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ലക്ഷ്മിപ്രിയ പറഞ്ഞു, ഈ അൻസിബയുടെ പിന്നിൽ മതവർഗീയവാദികൾ ഉണ്ട്, അവളെ സപ്പോർട്ട് ചെയ്യുന്ന, അതൊക്കെ പറയുമ്പോൾ അത് ചോദിക്കണ്ടേ? കൂടുതലും സ്ത്രീകളാണ് എല്ലാ തലപ്പത്തും അവിടെ വന്നിട്ടുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി എല്ലാം തന്നെ സ്ത്രീകൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കും തന്നെ അവരെ വിളിക്കാം, എന്ത് പറഞ്ഞാലും വിളിക്കാം. ഇപ്പം എന്താ ശ്വേത അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ കുക്കു എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റും. പക്ഷെ അവർക്കത് വേണ്ട പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാകുമ്പോൾ അമ്മയിലുള്ള എല്ലാ സ്ത്രീകളെ അവർക്ക് ക്ഷണിക്കായിരുന്നു. അമ്മയ്ക്കെതിരല്ലാത്തൊരു സംഘടന അപ്പുറത്ത് വരുന്ന വെച്ചിട്ട് അപ്പം എല്ലാവരും കൂടെ നിൽക്കുമല്ലോ. അമ്മയ്ക്കെതിരെ വരുമ്പോഴല്ലേ അതിൽ പോവാതിരിക്കുള്ളൂ. പക്ഷെ അവർ ആരെയും ക്ഷണിച്ചിട്ടില്ല. ശ്വേതാ മേനോനായിട്ട് നല്ലൊരു സൗഹൃദം കൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കുമല്ലോ ഉറപ്പായിട്ടും സീനത്തേച്ചി. അപ്പോൾ ഈ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എന്തായിരുന്നു അതിനോടുള്ളൊരു സമീപനം? ഇപ്പം ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമ പോട്ടെ, ഏതൊരു സംഘടനയിലും ആദ്യത്തെ ഒരു സ്ത്രീകൾ ഭാരവാഹികൾ കൂടുതൽ ഉണ്ടാകുന്നൊരു ഇത്, അവിടെ ഒരു പ്രശ്നം, ഒരു സംഭവം വരുമ്പം എങ്ങനെയായിരുന്നു അതിനോടൊരു പ്രതികരിച്ചത്? അമ്മയിലെ ഭാരവാഹി എന്ന നിലയിലും കൂടി അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, ശ്വേതക്കൊക്കെ ഞാൻ വോട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ശ്വേത വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ശ്വേത, കുക്കു, അതുപോലെ സ്ത്രീകൾക്ക് കൂടുതലും സ്ത്രീകളാണ് എല്ലാ തലപ്പത്തും അവിടെ വന്നിട്ടുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി എല്ലാം തന്നെ സ്ത്രീകൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കും തന്നെ അവരെ വിളിക്കാം, എന്ത് പറഞ്ഞാലും വിളിക്കാം. ഇപ്പം എന്താ ശ്വേത അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ കുക്കു എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റും. പക്ഷെ അവർക്കത് വേണ്ട പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവർ പരസ്പരം ഈഗോ ക്ലാഷ് വല്ലാതെ വന്നു. അത് അകത്ത് തീർക്കേണ്ടതിന് പകരം അത് പുറത്തേക്ക് വന്നു. അത് കൺട്രോൾ ചെയ്യാൻ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്വേതക്ക് പറ്റിയിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോഴാണ് ഇതിലേക്കൊക്കെ പോയത്. നമ്മൾ വേറൊരു ഇതിൽ പറഞ്ഞ് പോയൊരു കാര്യമാണ്, എങ്കിലും പറയാം, അതിൽ മാത്രം ഒരു വിഷമായി. അപ്പോഴാണ് ഈ ജനറൽ ബോഡി വന്ന സമയത്ത് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും വേണ്ടാന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ പോലും സംഘടനയ്ക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെ വേണം വേണ്ട എന്നുള്ള ഓഡിയോ ക്ലിപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക്, മാലാ പാർവതിയുടെ ഒരു ഓഡിയോ ക്ലിപ്പും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താണ് ആ ഒരു പ്രശ്നം? അല്ല, അതൊരു പെൺമക്കൾ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളൊന്നും ഇപ്പം ഇല്ല, ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് പിന്മാറിയതാണ്. അപ്പോൾ കുറേ ആൾക്കാരിൽ നിന്ന് മാറ്റം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ പെൺമക്കൾ എന്നുള്ള സാധനം എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഉഷയ്ക്കായാലും ഉഷയൊക്കെയാണ് അത് കൊണ്ടുവന്നത്. അപ്പം സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, സംസാരിക്കാം, ഇവിടെ തുറന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണത് തുടങ്ങിയതും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാറി നിൽക്കുക ചെയ്തത്. പിന്നെ കുറച്ച് കഴിയട്ടെ, ഇനി അതിൻ്റെ പ്രശ്നങ്ങൾ വേണ്ട വെച്ച് മാറിയിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ശബ്ദങ്ങൾ പുറത്തു പോവുക അന്നും പോയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം എന്തിനാണ് പിന്നെ അങ്ങനത്തെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ആവശ്യം? അവിടെ പറയുന്നത് മുഴുവൻ പുറത്തേക്ക് പോകുന്നു. അതൊരു ശരിയായ പ്രവണതയല്ല. അത് നേരത്തെയും പോയി, ഇപ്പോഴും പോയി. അങ്ങനെ ക്ലബ് ഹൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായി പബ്ലിക്കിനതിൽ കയറാൻ പറ്റുന്ന രീതിയിൽ സംസാരിച്ചാൽ പോരെ. ഇതവിടെ സംസാരിക്കുന്നത് മുഴുവൻ പുറത്തേക്ക് വരുന്നു. അപ്പം ഇപ്പം ചെയ്തതും വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സംസാരിക്കുന്നത് മുഴുവൻ പുറത്തു വന്നു. അത് ആൾക്കാർ അത് ആ രീതിയിൽ എടുക്കുന്നു. പിന്നെ ചിലപ്പോൾ ഇത് പുറത്തേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല. അവർക്ക് പറയാനുള്ള കാര്യം, വോട്ടിംഗ് ഒക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അവിടെ 100 ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ. അപ്പോൾ അവിടെയാണ് അവിടെ വോട്ടിംഗ് നടത്തിയത്. ആ വോട്ടിംഗ് നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 55ഓളം ആൾക്കാർ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ മാല പാർവതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ആൾക്കാർ വോട്ട് ചെയ്തു. മാല പറഞ്ഞത് ഒരു 55 അങ്ങനത്തെ 52-55 ആൾക്കാർ ഇത് വേണം, വോട്ടിങ് നടത്തണം, ഇലക്ഷൻ വേണം എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ആൾക്കാർ പലരും കാണില്ല, പെട്ടെന്നാണല്ലോ ഇവരിതൊക്കെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 500 ചില ആൾക്കാരുണ്ട്. അവരതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പിന്നെ ഇലക്ഷൻ വേണോ എന്നുള്ള ചോദ്യം അവിടെ നടത്തിയത്. 500 ചില ആൾക്കാരിൽ ഈ 4-5 സ്ത്രീകൾ മാത്രമുള്ളവരെ സംസാരിക്കുന്നത്, ഞാനടക്കമുള്ള ആൾക്കാർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? അവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇപ്പം ശ്വേത നിൽക്കണമെങ്കിലും പറയാം, നിൽക്കണ്ടെങ്കിലും പറയാം, അല്ലേ?
ഇത് രണ്ടും പറയാതെ കുറേ ആൾക്കാർ മിണ്ടാതിരിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരവിടെ ചോദിച്ചിട്ടുള്ളത്. അതും പക്ഷേ ഇങ്ങനെ പുറത്തു വന്നു. അവർക്കത് പ്രശ്നമില്ല, കാരണം അവർ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ വന്നൊരു സംഭവമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ആരും എടുത്തു ആരും കൊടുത്തു ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു നോട്ടീസില്ല ആൾക്കാരുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ തന്നെ ശ്വേതയെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും എൻ്റെ അകത്ത്. അപ്പോൾ അവരായിരിക്കുമല്ലോ ശ്വേതയിലേക്ക്, അത് ശ്വേതക്ക് കൊടുത്താണോ ശ്വേത കൊടുത്തോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ആര് വഴിയാണെന്ന് നമുക്ക് പറയാത്തൊരു കാര്യങ്ങൾ നമുക്ക് ആരെയും തലയിലേക്ക് വെക്കാൻ പറ്റില്ല. എങ്ങനെ വന്നു എന്നും അറിയില്ല. അത് ഞാൻ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല. എന്തുകൊണ്ടായിരിക്കാം അമ്മയിലെ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ അമ്മയുടെ ഇത്തരം ചർച്ചകളിലും പ്രശ്നങ്ങളിലും തർക്കങ്ങളിലൊന്നും യുവ നായികമാരോ അല്ലെങ്കിൽ യുവ താരങ്ങൾ അഭിപ്രായം പറയാത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യുവതാരങ്ങൾ ആ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത്? അവർക്ക് ഇതിലൊന്നും വലിയ കാര്യമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു, ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ അങ്ങനെയാണല്ലോ. ഒരു വീട്ടിൽ വലിയ ചർച്ച നടക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും അതിൽ വന്ന് സംസാരിക്കില്ല, അവർക്ക് താല്പര്യമല്ല. അപ്പോൾ അവരൊരു സുഖമായിട്ട് അവരുടെ ഒരു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം അവരെന്തിനു കളയണം? ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അഭിപ്രായം മറ്റുള്ളവർ പറയട്ടെ, അതുകൊണ്ടായിരിക്കും. ആ ഒരു നിലപാട് ആവശ്യമില്ലാത്തതിൽ നമ്മൾ പോയി പറയണ്ട എന്ന് അവർക്ക് അവർ ബിസിയാണ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആൾക്കാർക്കാണല്ലോ ഇവിടെ കുറച്ച് ആൾക്കാർ ഇത് കാത്തിരിക്കുന്നുണ്ടെന്നും, മമ്മൂട്ടി മോഹൻലാലിനെ പോലത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇവിടെ ഇത് നോക്കിയിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടെന്നും പിന്നെ കുറച്ച് പാവങ്ങളുണ്ടെന്നും ഒക്കെ ആലോചിക്കുന്ന അവരാ. കുട്ടികൾക്കത് ആലോചിക്കണം എന്നില്ല. ഇപ്പം അമ്മ പോലൊരു സംഘടന ചെയ്യുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ തർക്കത്തിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടിലാകുമോ എന്നിവർ ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സുഗമമായ പ്രവർത്തനത്തിനെയൊക്കെ ഇത് ബാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഈ തർക്കങ്ങളൊന്നും അതിനെ ബാധിക്കില്ല. ബാധിക്കാൻ അവരൊന്നും സമ്മതിക്കില്ല. ഇപ്പോൾ അവരൊന്നും സംസാരിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു സന്ദർഭം വരികയാണ്, അത് എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും മുന്നോട്ട് വരും. പിന്നെ ഈ പറഞ്ഞ ഇവരെന്ത് വന്ന് പറയാനാണ് പൊതുജനത്തിനോട്? ഇപ്പോൾ ഇവർ എന്ത് വന്ന് പറയാനാണ്? സ്ത്രീകൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചു, സ്ത്രീകളത് മുന്നോട്ട് വന്നു, അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത് വേണ്ടാന്ന് ജനറൽ ബോഡി തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് രാജി വെച്ചിട്ടാണ് ശ്വേത പോകുന്നത്. അതിനുശേഷം പിന്നെ ശ്വേതക്ക് വേറെ എന്താ ഉണ്ടായിന്ന് അറിയുന്നില്ല, തിരിച്ചു വന്നു കോടതിയിൽ ഇത് കൊടുത്തു. അപ്പോൾ പിന്നെ ഇപ്പോഴും ഇനി 27-ാം തീയതി എന്തോ ആണ് തോന്നുന്നത് എൻ്റെ കേസ് വിളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആവശ്യമാണോ അവിടെ നിൽക്കണം. ഇതിപ്പോൾ ആവശ്യമില്ലാന്ന് തോന്നിക്കുന്നത് ജനറൽ ബോഡി പറഞ്ഞാൽ അവിടെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് മാനിക്കുക എന്നുള്ളതാണ്. ശ്വേത മാത്രമല്ല പലരും മിണ്ടാതിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാവുന്നില്ല. എന്താ ഉദ്ദേശം എന്ന് ചിലപ്പോൾ അവരുടെ കണക്കുകളിനെ പറ്റിയിട്ട് പറയുന്നതിന് അത് ക്ലിയർ ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാനാണോ ഒന്നും ആർക്കും അറിയില്ല. ആരും അത് അന്വേഷിക്കാറുമില്ല, കാത്തിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ നോക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം അമ്മയിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ തുടക്കം തന്നെ ഈ അമ്മയിലുണ്ടായിരുന്നൊരു പ്രശ്നത്തിന് കാരണം എന്തായിരുന്നു? ഇപ്പോൾ ഒരു കണക്ക് അവതരിപ്പിച്ച സമയത്തുള്ള പൈസയുടെ കണക്കുകൾ തെറ്റെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു? അവിശ്വാസ പ്രമേയമാണ് അന്ന് കൊണ്ടുവന്നിരുന്നത്. സത്യത്തിൽ അവിടെ ചർച്ച ചെയ്യേണ്ടത് അതായിരുന്നില്ല. ആദ്യം ചർച്ച ചെയ്യേണ്ടത് അവിശ്വാസ പ്രമേയം ആയിരുന്നില്ല. അവിടെ നടന്നിട്ടുള്ളത് ഒരു പെൺകുട്ടിക്കെതിരെ വർഗീയ പരാമർശമാണ് വന്നിട്ടുള്ളത്. അൻസിബയ്ക്കെതിരെ ജിഹാദി വിളിയും ജാതി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ നിസ്സാരമല്ല. ഒരാൾ ചൂണ്ടി പറയാണ് എന്നെ ജാതി മാറ്റാൻ നിന്നു അല്ലെങ്കിൽ മറ്റു പലതും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് അറസ്റ്റ് നടക്കാം, അവളെ ശിക്ഷിക്കാം. അപ്പോൾ അതായിരുന്നു അവിടെ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അത് നടന്നതാണോ എന്നുള്ളത് ചോദിക്കണമായിരുന്നു. ഇത് നടന്നിട്ടുണ്ടോ, ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നായിരുന്നു അവിടെ ചർച്ച നടത്തുക. പക്ഷെ അതാരും ചോദിച്ചില്ല. പിന്നെ അൻസിബ പെട്ടെന്ന് കയറുക ചെയ്തത്. ഒരു 2 മണി ആവാനായപ്പോഴാണ് തോന്നുന്നു, ഉച്ച സമയത്ത് അൻസിബ ആരും വിളിച്ചാൽ ഇവിടെ അങ്ങ് സ്റ്റേജിലേക്ക് കയറുക ചെയ്തത്. അപ്പോഴത്തേക്ക് എല്ലാവരും രാജിവെച്ച് പോകലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് അൻസിബ കയറിയത്. ആ ജനറൽ ബോഡിയിൽ മോഹൻലാൽ ഉണ്ടാവുമല്ലോ. അതെ, ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ച ആദ്യം വേണ്ടത് ഇതായിരുന്നു എന്ന്, അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു മറ്റിലേക്ക് പോകാൻ. തുടക്കം അതാണല്ലോ. അതൊക്കെയാണല്ലോ പ്രശ്നം വന്നിട്ടുള്ളത്. പരസ്യമായിട്ട് വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ലക്ഷ്മിപ്രിയ പറഞ്ഞു ഈ അൻസിബയുടെ പിന്നിൽ മതവർഗീയവാദികൾ ഉണ്ട്, അവളെ സപ്പോർട്ട് ചെയ്യുന്ന, അതൊക്കെ പറയുമ്പോൾ അത് ചോദിക്കണ്ടേ? ഈ ഇങ്ങനത്തെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ വായ ഒന്നും സൂക്ഷിച്ച് സംസാരിക്കണ്ടേ? അപ്പം അത് ചോദിക്കണ്ടേ? ഈ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ആരെയാണ് ഉദ്ദേശിച്ചത്, എന്താണ് അവിടെ നടന്നത്, ആരെ മതം മാറ്റി, ആരോട് സംസാരിച്ചു എന്നവിടെ ചർച്ച ചെയ്യണമായിരുന്നു. അതവിടെ നടന്നില്ല. അതവിടെ നടന്നില്ല.
അതായിരുന്നു ആദ്യം നമ്മൾ അമ്മ അസോസിയേഷനിൽ ഇങ്ങനത്തെ ചർച്ചകളെ വരാൻ പാടില്ല. അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, ഒന്നുമില്ല. അവിടെ കലാകാരന്മാരാ, എല്ലാവരും തുല്യരാണ് അവിടെ. മമ്മൂക്ക, മോഹൻലാൽ, ഞങ്ങളെല്ലാവരും ഒരേപോലെയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെയാണ് അവിടെ ഇന്ന് വരെ ഇത്രയും 32 വർഷമായിട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും മൈക്ക് കിട്ടും സംസാരിക്കാൻ. ഇന്നയാൾ മാത്രമേ അങ്ങനെയൊന്നുമല്ല. ഇടയിലിടയിൽ ആൾക്കാർ മൈക്ക് ചോദിക്കാം, എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. പല സംഘടനയിലും അങ്ങനെ ആദ്യം എഴുതി കൊടുക്കണം ഇന്നയാൾ സംസാരിക്കുന്നു എന്ന്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ കൊടുക്കൂല മൈക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആർക്കും സംസാരിക്കാം. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെ മതം വരുന്നത്, എങ്ങനെ ജാതി വരുന്നത്? അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. മോഹൻലാൽ അടക്കമുള്ളവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു അപ്പം? മോഹൻലാൽ ഒന്നും കാര്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല. കാരണം ജനറൽ ബോഡിയിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ജനറൽ ബോഡി ആൾക്കാർ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മോഹൻലാൽ അവിടുന്ന് അഭിപ്രായം പറയാം, മോഹൻലാൽ പറയട്ടെ എന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷേ മോഹൻലാൽ എന്ത് പറഞ്ഞാലും അത് പിന്നെ മോഹൻലാൽ മാത്രം ഏറ്റെടുക്കേണ്ട ഒരു രീതിയിലേക്ക് വരും. മോഹൻലാൽ പറഞ്ഞില്ല, പക്ഷേ തുടരണമെന്നോ തുടരണ്ട ഒന്നും പറഞ്ഞില്ല. ആര് വിചാരിച്ചാലും അമ്മയെ തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ശക്തിയായിരുന്നു. അത് കേട്ടാൽ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം, അല്ലേ? അതെ. അപ്പം ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ WCC അമ്മയിൽ നിന്ന് ഇതുപോലൊരു പൊട്ടിത്തെറി ഉണ്ടായ സമയത്താണ് WCC രൂപീകരിക്കുന്നത്. ഒരു എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലൊരു കരുത്തുറ്റ സ്ത്രീ എന്ന് തന്നെ നമുക്ക് ചേച്ചിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങോട്ടേക്കൊരു ക്ഷണം വന്നിരുന്നു? ഇല്ല, അവർ ചെയ്ത ആദ്യത്തെ തെറ്റതാണ്. അവർ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു സംഘടന രൂപീകരിച്ച, സത്യത്തിൽ അമ്മ ഉള്ള സമയത്ത് വേറൊരു സംഘടന, പക്ഷേ ഇതുപോലത്തെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റാത്ത, ആണുങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്നൊരു ഇതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവരുടെ ഉദ്ദേശം. പക്ഷേ അന്ന് ആ കുട്ടിക്ക് വന്ന ആ ഒരു സാധനത്തിന് മുകളിലാണ് ഉണ്ടായത്. എങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാകുമ്പോൾ അമ്മയിലുള്ള എല്ലാ സ്ത്രീകളെ അവർക്ക് ക്ഷണിക്കായിരുന്നു. അമ്മയ്ക്കെതിരല്ലാത്തൊരു സംഘടന അപ്പുറത്ത് വരുന്ന വെച്ചിട്ട് അപ്പം എല്ലാവരും കൂടെ നിൽക്കുമല്ലോ. അമ്മയ്ക്കെതിരെ വരുമ്പോഴല്ലേ അതിൽ പോവാതിരിക്കുള്ളൂ. പക്ഷെ അവർ ആരെയും ക്ഷണിച്ചിട്ടില്ല, ആരെയും വിളിച്ചിട്ടില്ല. അവർക്ക് തന്നെ രജിസ്ട്രേഷൻ കിട്ടിയോന്ന് അറിയില്ല. അത് പക്ഷേ ശക്തമായിട്ടുള്ള പെൺകുട്ടികളാണ് അതിലുണ്ടായിരുന്നത് എല്ലാവരും. WCCയുടെ ഒരു പ്രവർത്തനത്തിനെ എങ്ങനെയാണ് കാണുന്നത്? നല്ല കാര്യമാണ്. കാരണം ഒരു പരിധി വരെ അവർ തന്നെയാണ് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അവർ തന്നെയാണ് ഇന്ന് സ്ത്രീകൾക്ക് സംസാരിക്കാൻ, പണ്ട് ഇതുപോലെ തന്നെ മാറുമറയ്ക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നിന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾക്ക് ഇന്നൊരു സിനിമയിലാണെങ്കിൽ തന്നെ, ഒരു സിനിമാൻ്റെ കാര്യം പുറത്തല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ ഇത്രയും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകൾക്ക് അവർ തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമാണ്.